പുത്തൂർ പുത്തൻകാട് മുത്താരുകുന്ന് പാടത്ത് നടീൽ ഉത്സവം നടത്തി. പുത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറും ഞാറ്റടികളും കണ്ടപ്പോൾ കുട്ടികൾക്ക് കൗതുകം. പാടത്ത് വിതയ്ക്കാനുള്ള നെൽമണികൾ കുട്ടികളെ പരിചയപ്പെടുത്തി. ഞാറും ഞാറ്റടിയും കണ്ട കുട്ടികൾ കൗതുകം, ഒന്നു തൊടാൻ മോഹം. മുത്തശ്ശി കഥ പോലെ വികസന ചെയർപേഴ്സൺ നളിനി വിശ്വംഭരന്റെ പഴയകാല കഥകളും കുട്ടികൾക്ക് ഹരമായി. മൂർഖനിക്കര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഉഴുതുമറിച്ചിട്ട പാടത്ത് വരമ്പിലൂടെ ഒന്ന് നടക്കണം. ചേറും ചെളിയിലും ഒന്ന് ഇറങ്ങണം. പൂട്ടിയിട്ട പാടത്തിന്റെ ചെളിമണം ചിലർക്ക് പുതുമ. ഞാറു നടുന്ന യന്ത്രത്തിൽ ഒന്ന് കയറണമെന്ന് ചിലർക്ക് അതിയായ മോഹം. ചിലർക്ക് കുഞ്ഞു കൈകളാൽ ഞാറ് നടാൻ ഒരു പൂതി. വരമ്പിലൂടെ നടത്തം പ്രയാസഹരം. ചിലർ കാഴ്ചക്കാരായി നിന്നു. പ്രധാന അധ്യാപിക കുട്ടികളെയും കൂട്ടി വരമ്പിലൂടെ കാലൊന്ന് ഇടറി. പൂട്ടിയിട്ട വരമ്പിലെ ചേറിന്റെ വഴുക്കൽ. സാഹസികത നിറഞ്ഞ പരിസര പഠനം. നെല്ലും നെൽക്കതിരും പാടവും കൃഷിപ്പണിക്കാരെയും കണ്ട് ഇനി കൊയ്യാൻ വരണം എന്ന മോഹത്തോടെ അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങി തിരിച്ച് സ്കൂളിലേക്ക്. HM മാലിനി, മെമ്പർ ബിന്ദു സേതുമാധവൻ, പാടശേഖര സമിതി സിജി ഷിജി, രാഷ്ട്രീയ പ്രവർത്തകരായ KN ശിവൻ, സന്തോഷ് പുത്തൂർ എന്നിവരും പങ്കെടുത്തു. 40 വർഷം പാടത്ത് പണിയെടുത്ത വള്ളിയമ്മ ചേച്ചി അനുഭവങ്ങൾ പങ്കുവച്ചു. കൊയ്ത്തുപാട്ടിന്റെ ഈണവും അനുഭവങ്ങളും പകർന്നെടുത്ത പഠനയാത്ര കുട്ടികൾക്ക് പഠനത്തോടൊപ്പം നെല്ല് വിളയുന്ന പാടം കാണാൻ, അന്യം നിൽക്കുന്ന പാടവും കൃഷിയും സംരക്ഷിക്കുന്ന കർഷക കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞ് കുട്ടികൾ മടക്കം. കൊയ്ത്ത് കാലത്ത് കാണാം എന്ന യാത്രാമൊഴിയോടെ. കേരള ടൈംസ് മീഡിയ. നല്ല കാര്യമാണ് കുട്ടികളുടെ ഇത് അറിഞ്ഞു വരണം. കാരണം ചെറിയ കുട്ടികൾ ഇതൊക്കെ മറന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എന്തൊരു രസമുള്ള കഞ്ഞിവെള്ളം കുടിക്കുക. ചോറുണ്ട് ഇല്ലെങ്കിലും ആ കഞ്ഞിവെള്ളം കുടിക്കും. ഇന്നോ കഞ്ഞിവെള്ളം അടുപ്പത്തുനിന്ന് ഇറക്കുമ്പോഴത്തേക്ക് ഊറ്റിക്കളയും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കഞ്ഞിവെള്ളം അങ്ങനെയാണ്. നമ്മൾ കർഷകരിലേക്ക് കൃഷിക്ക് സ്ഥലമുള്ളവർ വരെ വെറുതെ കിടക്കുക. അപ്പം അത് ചെയ്യിപ്പിക്കാനും ചെയ്യാനുള്ള ഒരു മനസ്സുള്ള കുട്ടികളും ഇവരിപ്പോൾ എന്നും കുട്ടികളല്ലല്ലോ. നമ്മളെ പോലെ തന്നെ വലുതായി വയസ്സായി അവർക്കും വരില്ലോ. അപ്പോൾ അവരും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം മക്കൾ അതിലെ വണ്ടിയിൽ പോകുന്നു. അപ്പുറത്തെ വെള്ളം മറിഞ്ഞിടുന്ന സ്ഥലം എന്തുട്ടാന്ന് നിങ്ങൾക്കറിയാം? അതെന്തുട്ടാ? ഞാൻ കണ്ട എന്തിനാ? ഞാറ് നടാൻ. ഞാറെന്തിനാ? നെല്ലുണ്ടാവാൻ. നെല്ലുണ്ടായി കഴിഞ്ഞിട്ട് ആ നെല്ലിനെ നമ്മളെന്ത് ചെയ്യണം? നെല്ലിനെ കൊയ്തെടുത്ത് ഇപ്പൊ പിന്നെ കൊയ്യാൻ ആളൊന്നും വേണ്ട. ഈ വള്ളിയമ്മ ചേച്ചിക്ക് അറിയാം. അവരൊക്കെ ആളുണ്ടോ അറിയാം. ചേച്ചി കൊയ്തിട്ടില്ലേ? ആ 1-2 കൊല്ലമൊന്നുമല്ല, 40 കൊല്ലം. ഇവരുടെ സ്ഥിരം കർഷക പണിക്കാരിയായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയും ആരോഗ്യം കേട്ടോ. നല്ലൊരു സംശയമില്ല. അതുകൊണ്ട് നടക്കാനും പോകാനും എല്ലാ ആരോഗ്യം. നമ്മളുണ്ടാക്കുന്ന നെല്ല്, നമ്മളുണ്ടാക്കുന്ന അരി, നമ്മളുണ്ടാക്കുന്ന ചോറ്, നമ്മളുണ്ടാക്കുന്ന കഞ്ഞി, അതൊക്കെ പഠിച്ചു വരുമ്പോൾ ഈ ഇരിക്കുന്നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യമാണ്. ഇത് വർദ്ധിക്കാൻ നിങ്ങളിപ്പോൾ കുഞ്ഞുമക്കളാണ്. ഈ കുഞ്ഞുമക്കളായത് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വരണം എന്നുള്ളതാണ്
ദൗത്യത്തിൽ നിങ്ങൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി, ഇത് കണ്ട് മനസ്സിലാക്കി വീട്ടിൽ പോയാലും സ്ഥലവും പരിപാടികളൊക്കെ ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ ഞാറ് കണ്ടില്ലേ, ചിലപ്പോൾ ഞാറൊക്കെ പറമ്പിൽ സ്ഥലം ഉണ്ട് വെച്ചെങ്കിൽ അവിടെയൊക്കെ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അവർക്ക് അറിവില്ലെങ്കിൽ തന്നെ നിങ്ങൾ നല്ലൊരു പ്രചോദനമായിട്ട് കൊടുത്ത് അവരെ ചെയ്യിപ്പിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. എന്നാൽ കുറച്ചും കൂടെ വളരുമ്പോൾ നിങ്ങൾക്കും ഇതേമാതിരി ആരാവും മക്കളും കുട്ടികളും അവർക്കൊക്കെ ഭംഗിയായിട്ട് കഞ്ഞി കുടിക്കാം, ചോറുണ്ണാം, നല്ല വിഷം ഇല്ലാത്ത ചോറിനെങ്കിലൊക്കെ കഴിക്കാറുള്ളത് നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. അതേപോലെ ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ. ആൾക്കാർ മര്യാദ ഇവിടെ നടക്കുന്ന നടിയുത്സവം ചേരാനാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ വരുമ്പോൾ ഇത്രയും ഒഫീഷ്യലായിട്ടുള്ളൊരു ചടങ്ങും പരിപാടിയൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നും അതുപോലെ ഇത്രയും ആളുകളും ഉണ്ടാകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഇങ്ങനെ നല്ലൊരു സ്വീകരണം ലഭിച്ചു. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അരി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അരി ഉണ്ടാകുന്ന ചെടി, അതിൻ്റെ പേരും ഒക്കെ അറിയാത്ത ഒരു സമൂഹം, അതിൻ്റെ കാലഘട്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം അറിയാം. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാറും നെല്ലും ഇതൊക്കെ അവർക്ക് പരിചയമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു കാർഷിക ഗ്രാമമായതുകൊണ്ടാണ് അവർക്കതൊക്കെ നേരനുഭവങ്ങൾ ഉണ്ടാവാൻ സാധിച്ചത്. പക്ഷേ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും കൊയ്യാൻ പോകുമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി